ഉച്ചക്കത്തെ ചോറ് കിട്ടിയും കഴിഞ്ഞ് ഞാൻ ഇച്ചിരി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് പായസം വേണം, പായസം തന്നില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുന്നു. ഇച്ചു ഉറക്കത്തിൽ പായസം കുടിക്കുന്ന എന്താ സ്വപ്നം കണ്ട് ഇച്ചിന് ഭയങ്കര ഇഷ്ടമാണ് പായസം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും പായസം താ ഇന്നു പായസം താന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടി പാലെടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, പാല് കാച്ചി അതിനകത്തോട്ട് കുറച്ച് സേമിയ ഇട്ട് വേവിച്ചിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാര ഇട്ട് കുറുക്കിയെടുത്തു. ഇച്ചുക്ക് 2-3 ദിവസം കൊണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പാല് കൊടുക്കത്തില്ലായിരുന്നു. കഫക്കെട്ട് കൂടുന്നത് കൊണ്ട് പാൽ അങ്ങനെ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. പിന്നെ കരഞ്ഞത് കൊണ്ട് കുറച്ച് പാലിൽ ചെയ്ത് കൊടുത്തതാണ്. സേമിയ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ അവിടേക്ക് ഒതുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇച്ചു അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുമായിട്ട് കിടന്ന് കളിക്കുമായിരുന്നു. സന്ധ്യ ആവുന്നതിന് മുമ്പേ വിലക്കൊക്കെ തൂത്ത് ജനലൊക്കെ ഞാൻ അടക്കും. ജനൽ അടക്കത്തില്ല, കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് കർട്ടൻ മാത്രമേ ഇടത്തുള്ളൂ. ജനൽ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര അവിച്ചലായിരിക്കും. പിന്നെ തൂക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വലിയ ചവറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം രാവിലെ തൂത്ത് തുടച്ചിടുന്നതാണ്. പിന്നെ ഇവൻ എന്തെങ്കിലും കൊണ്ട് വിച്ചിക്കറി ഇടുന്നതേ ഉള്ളൂ. ഞാൻ ഒതുക്കുന്നതിനിടയിൽ കൂടെ അവരൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ ഓടുന്നുണ്ടായിരുന്നു. ഇച്ചിന് ഇവരുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവനും ഇച്ചുവിന്റെ സെയിം പ്രായമാണ്. അവന്റെ പേര് ഇസാഖ് എന്നാണ്. എന്റെ പേര് ഇസാഖ് ഡിസംബർ 18-ാം തീയതിയും ഇച്ചു ഡിസംബർ 19-ാം തീയതിയുമാണ്. രണ്ടുപേരും സെയിം പ്രായമാണ്. കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം രണ്ടുപേരും ഏതാന്ന് മനസ്സിലാവത്തില്ല. പിന്നെ ഇസാഖിന്റെ ഉമ്മയുടെ ചേട്ടത്തിയുടെ അനിയത്തിയുടെ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉള്ളപ്പോൾ ഇസാഖ് വലുതായിട്ട് ഇങ്ങോട്ട് വരത്തില്ല, കാരണം എനിക്ക് ഇസാഖിന് ഭയങ്കര പേടിയാണ്. അങ്ങനെ തട്ടിക്കൂട്ട് പായസം എന്നൊന്നും പറയാൻ പറ്റില്ല. സേമിയ പുഴുങ്ങി അതിനകത്ത് പാല ഒഴിച്ചതുപോലെ അതിനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇളക്കി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഇച്ചുവിന് മേലൊക്കെ കഴിച്ച് റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു.